ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളം തുടിച്ചുയരും. സ്വർഗീയ വിരുന്ന് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് പവർ വിഷൻ ടിവിയിൽ. സ്വർഗീയ വിരുന്ന് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് പവർ വിഷൻ ടിവിയിൽ. ഹെവൻലി ഫീസ്റ്റ് മാട്രിമോണി നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സ്വർഗീയ വിരുന്നിന്റെ വൈവാഹിക വെബ്സൈറ്റിൽ ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യൂ. The perfect platform for believers to meet their life mate. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9072202220. ഇമെയിൽ info@hfmatrimony.com. Heavenly Feast. If you're there on Instagram, follow our Heavenly Feasts page for daily updates on the 1-minute messages, those beautiful quotes that Appa gives. Please go and follow and subscribe all our social media platforms. God bless. ഈ ദിവസങ്ങളിൽ നടന്നു വരുന്ന അനേകം മീറ്റിങ്ങുകൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് അത് പ്ലേ ആകുന്നത്. എൻ്റെ ആഗ്രഹം ആരും അത് മിസ് ഔട്ട് ചെയ്യരുത്, എല്ലാവരും അത് കാണണം. അതിനകത്ത് ഈ മെസ്സേജുകൾ ഇത്രയും ദിവസത്തെ കിടപ്പുണ്ട്. ഓരോ ദിവസവും ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർ അത് ഇത്രയും ദിവസം മിസ്സായല്ലോ എന്ന് വിചാരിക്കേണ്ട. ആദ്യം മുതൽ തന്നെ അവിടെ പ്ലേലിസ്റ്റുകളുണ്ട്, ഒന്ന് നോക്കിയാൽ കാണാം. എല്ലാ ദിവസവും അനേക സാക്ഷ്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ കണ്ടു തുടങ്ങുക. തങ്കു ബ്രദർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ആൻഡ് ബി ബ്ലെസ്ഡ്.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് വില കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് വില കൽപ്പിക്കുക, ദൈവത്തിൽ നടത്തുന്നവർക്ക് വില. I want everyone who is watching me be strong. ഭയപ്പെടരുത്. ദൈവ മഹത്വത്തിനകത്താണ് പ്രൊവിഷൻസ് മുഴുവൻ ഇരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പാനപാത്രമോ കവിഞ്ഞൊഴുകുന്നു എന്ന് പറയുന്നത് തന്നെ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്. ആ കവിഞ്ഞൊഴുകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ യേശു എൻ്റെ ഇടയനാകുമ്പോൾ. ഒന്ന്, യേശു എൻ്റെ ഇടയനാകുമ്പോൾ മാത്രമല്ല, ആ ഇടയൻ്റെ ശബ്ദം ഞാൻ കേട്ട് നടക്കുമ്പോൾ. സോ പല പ്രാവശ്യവും ദൈവവചനത്തിൻ്റെയും ഒരു റീമ വേർഡ് റിലീസാകുമ്പോൾ ആ റീമ വേർഡ് നമ്മൾ ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ മേൽ പ്രവർത്തിക്കാറില്ല. അതുകൊണ്ടാണ് ഈ യോശുവയുടെ പുസ്തകത്തിൽ ഒരു വലിയ മർമ്മം തന്നെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം അതുപോലെ തന്നെ നിങ്ങൾ ശുശ്രൂഷകർ ആണെങ്കിൽ ശുശ്രൂഷകർക്ക് വേണ്ടി ഒരു പ്രത്യേക നിലയിലുള്ള മീറ്റിംഗ് തിരുവല്ലയിൽ PG വർഗീസ് അങ്കിള് 7-ാം തീയതി 8-ാം തീയതി വെക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ എ ബിഗിനിങ് മിനിസ്റ്റർ ഓർ എ ഫുൾ ടൈം മിനിസ്റ്റർ
ഹാഫ് ടൈം മിനിസ്റ്റർ ഓർ ക്വാർട്ടർ ടൈം മിനിസ്റ്റർ നിങ്ങൾക്ക് വളരെ, ഞാൻ അവിടെ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയി പങ്കെടുത്താണ്. അതിൻ്റെ കാരണം അത് പ്രയോജനകരമാണ്. പി ജി വർഗീസ് അങ്കിളുടെ അനുഭവം എപ്പോഴും അനുഭവസ്ഥരുടെ കൂടെ ഇരിക്കുമ്പോൾ, ഞാൻ ഈ ചെറുപ്പത്തിൽ എൻ്റെ എല്ലാ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരുന്നവരെല്ലാം 13, 14, 15 വയസ്സൊക്കെ ആയിരുന്നപ്പം 60, 70, 80 വയസ്സുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പലതും, അവർക്ക് പറ്റിയ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ സൂക്ഷിക്കാനിടയായി തീർന്നു. പരിജ്ഞാനം കൂടുതൽ ലഭിച്ചു. യോശുവയുടെ പുസ്തകത്തിൽ 1:8 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ആൻഡ് ദ ബുക്ക് ഓഫ് ദ ലോ, ഓർ ഈ വചനം എന്ന് നമുക്ക് പറയാം. ഈ വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് അതിൽ തന്നെ നടക്കേണ്ടത്. അതാണ് വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നടക്കുമെന്ന് പറയുമ്പം അതിന്റെ അർത്ഥം തന്നെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നടക്കുക. വചനത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ തന്നെ, വചനത്തിൽ എഴുതിയിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മളെക്കൊണ്ട് കഴിയാവുന്നത് കൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മളെക്കൊണ്ട് കഴിയാൻ പറ്റാത്തത് ഒരിക്കലും ഒരപ്പൻ മകനോട് പറയത്തില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട മർമ്മമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ ഈ വചനത്തിലെ പുസ്തകം, ദ ബുക്ക് ഓഫ് ലോ ഓർ ദ ലോസ് ഓർ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം യുവർ മൗത്ത്. പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും, പ്രോസ്പറസ് ആയിരിക്കും. ഈ വചനം ഇംഗ്ലീഷിൽ വായിക്കാം. ഈ വചനം, ദിസ് ബുക്ക് ഓഫ് ദ ലോ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം യുവർ മൗത്ത്. നിങ്ങളുടെ വായിൽ നിന്നും, ഈ വചനം വായിൽ നിന്നും പറയണം. എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാണ്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. എൻ്റെ വായ അവൻ നന്മ കൊണ്ട് നിറയ്ക്കും, എൻ്റെ യൗവനത്തെ അവൻ പുതുക്കും. നന്മ പറയുമ്പോൾ ഓർത്തോണം, ശരീരം മുഴുവൻ യൗവനമായിക്കൊണ്ടിരിക്കും. അത് വചനമാണ്. 103 സങ്കീർത്തനം ഒന്ന് വായിച്ചേരെ. അപ്പം വായകൊണ്ട് നന്മ പറയുന്നവർ, അവരുടെ വായിക്കകത്ത് എപ്പോഴും നന്മയാണെങ്കിൽ, സന്തോഷത്തിൻ്റെ വാക്കുകളാണെങ്കിൽ, അഭിവൃദ്ധിയുടെ വാക്കുകളാണെങ്കിൽ, അവരുടെ ശരീരം അതിന് റെസ്പോണ്ട് ചെയ്യും ബൈ ബിക്കമിങ് യങ്. വായിച്ചതിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. 4-ാമത്തെ വാക്യം, അവൻ നിന്റെ ജീവനെ നാശത്തിന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ, നിന്റെ യൗവനം പരുന്തിനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നന്മ കൊണ്ട്. അപ്പോൾ വായ്ക്കകത്ത് തൃപ്തിയുള്ള വാക്കുകൾ. ഇത് എങ്ങോട്ടാ പോകുന്നത്? റോമർക്ക് ഇത് ലേഖനത്തിലാണ് പോകുന്നത്. ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് മഹത്വീകരിക്കാതെയും നന്ദി പറയാതെ ഇരിക്കുമ്പം ശരീരം തന്നെത്താൻ കൊളാപ്സ് ചെയ്യാൻ തുടങ്ങും. ശരീരം തന്നെത്താൻ. അതേ സമയത്ത് നന്മ പറയുകയും മറ്റുള്ളവരുടെ നന്മ പറയുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പം ഈ ശരീരം യൗവനമായിക്കൊണ്ടിരിക്കും, ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും, പറന്ന് ഉയരങ്ങളിലെത്തും. അപ്പോൾ അത് യോശുവനോട് ദൈവം നേരിട്ട് പറയുന്ന വാക്ക്. ഇത് ഒരു പ്രധാനപ്പെട്ട
ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ ഒരു വശത്ത് നന്മ പറയും, അതേ നാവ് കൊണ്ട് തിന്മ പറയുകയും ചെയ്ത ആ ആളെക്കുറിച്ച് കാണുമ്പം ഭയങ്കര സ്നേഹവും, കാണാതിരിക്കുമ്പം അയാളെക്കുറിച്ച് ഗൂഢാലോചന നടത്തുമ്പം നിങ്ങളുടെ അകത്തെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ചെതറിക്കുക ചെയ്യുന്നു. ഒരു ഭവനം തന്നിൽ തന്നെ ചെതറിക്കുക. ദൈവത്തിൻ്റെ ഭവനമാണ് നമ്മുടെ ശരീരം. സോ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഈ വചനം നിന്റെ വായിൽ നിന്നും മാറില്ല, ഇത് രാവും പകലും നീ ധ്യാനിക്കണം. പറയുമ്പം ധ്യാനിക്കൂടെ ചെയ്യും. ആ ഫാക്കൽറ്റി ദൈവം നിങ്ങൾക്കും എനിക്ക് തന്നിരിക്കുക. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ലോകത്തിലെ സകല രാജ്യങ്ങളെക്കാളും ഞാൻ ഉന്നതനാകും. അത് ദൈവവചനത്തിൽ എഴുതി തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ഈ സമൃദ്ധിയും പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്, ബാക്കി കൂടെ ഞാൻ വായിക്കാം. ബട്ട് യു ഷാൽ മെഡിറ്റേറ്റ് അപ്പോൺ ഇറ്റ്. നൗ, ഒന്ന്, നിന്റെ വായിന്ന് മാറരുത്. ആൻഡ് യു ഷാൽ മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. ഒറ്റ വാക്യം ഇത് മുഴുവൻ. മെഡിറ്റേറ്റ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അതിനെക്കുറിച്ച് കാണണം, രാവും പകലും എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡിപ്പാർട്ട്. നോ, you may meditate it day and night, and you may observe to do according to all that is written. ദൈവവചനത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പാപം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹം, യുവർ മെഡിറ്റേഷൻസ്, ചിന്തിക്കുന്ന കാര്യങ്ങൾ ഗർഭം ധരിച്ച് അത് പ്രസവിക്കുന്നു പാപമായിട്ട്. അതിനെ നേരെ തിരിച്ച് ഈ വചനത്തോടൊന്ന് കൊണ്ടുവന്നേ. നന്മ ഗർഭം ധരിച്ച് നന്മയെ പ്രസവിക്കുന്നു, നീതിയെ പ്രസവിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതത്തെ പ്രസവിക്കുന്നു. അപ്പം ഇതൊറ്റ വാക്കാണ്, 8ാമത്തെ വാക്യം. എന്നിട്ട് പറയാം, ഫോർ ദെൻ, ഇങ്ങനെയാണെങ്കിൽ, ദെയർഫോർ, അങ്ങനെയാണെങ്കിൽ, for then you will make your way prosperous. Then you will make your, നിന്റെ വഴികളെ സമൃദ്ധി കൊണ്ട് നിറയും, പ്രോസ്പെറസ് ആയിരിക്കും. ഞാൻ പറഞ്ഞതല്ല, ബൈബിളിൽ പറയുന്നത്. പ്രോസ്പെറിറ്റി ഇല്ലെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ അവിടുന്ന് വായിക്കുകയാണ്. ഞാനല്ല, ഞാൻ പരിശുദ്ധാത്മാവോടെ എഴുതിയിരിക്കുക. ഇനി പരിശുദ്ധാത്മാവല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ബൈബിൾ മടക്കി വെച്ച് പൂട്ടി വെക്കേണ്ടി വരും. Then you will make your way prosperous, and then you will have good success. So, ഒരു വചനം കേട്ടാൽ, 2, വീട്ടിൽ അത് കേട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വചനം രാവും പകലും മെഡിറ്റേറ്റ് ചെയ്യണം. ഞാൻ സൈലന്റ് ടൈം എന്ന് പറയുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുമ്പം യു ഗെറ്റ് സച്ച് ഇൻസൈറ്റ്സ്. ഇന്നലെ അത് എനിക്ക് രാത്രി ഒരു ഭാഗം മെഡിറ്റേറ്റ് ചെയ്തപ്പം ഐ സ്റ്റാർട്ടഡ് ടൈപ്പിംഗ് ഡൗൺ. ഐ തിങ്ക് ടിൽ 12 മണി വരെ ഐ വാസ് ടൈപ്പിംഗ് ഡൗൺ സം തോട്ട്സ് വെൻ ഞാൻ ലോകത്തിലായിരുന്നപ്പോഴും ദൈവരാജ്യത്തിൽ വന്നപ്പോൾ ഉള്ള വ്യത്യാസം. ആൻഡ് ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ട്രാക്ട് ഇൻ ഇറ്റ് സെൽഫ്. ഒരു ട്രാക്ട് ആക്കാൻ പറ്റിയ, ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന നിലയിൽ പോയിന്റ്സ് മാത്രം, വലിയ കഥയൊന്നും എഴുതാതെ. ബട്ട് ലുക്ക് ഹിയർ വാട്ട് ദ ബൈബിൾ സേസ്. ലെറ്റ് നോട്ട് ദ വേർഡ് ഡിപ്പാർട്ട് ഫ്രം യുവർ മൗത്ത്. നിങ്ങളുടെ വായിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ, എഫീഷ്യർ ലേഖനം പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ലതല്ലാത്ത ദ്രവത്വമുള്ള ഒരു വാക്കും പറയും. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഞാനൊരു സഭയുടെ അധ്യക്ഷസ്ഥാനത്ത് നിൽക്കുന്നത്. സഭയുടെ അധ്യക്ഷസ്ഥാനത്ത് നിൽക്കുമ്പം തന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം.
പക്ഷെ അത് പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമില്ല. അതിനകത്ത് ഒരു കുറ്റം പറച്ചില്ലല്ല, അതിനകത്തൊരു കറക്ഷൻ കൊണ്ടുവരണം. അപ്പോൾ അതൊരാളോട് പറഞ്ഞു കഴിഞ്ഞ് തങ്കുരരെ ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞ് ഞാൻ പറയത്തില്ല. വൈ ഷുഡ് ഐ സോ വിതയ്ക്കേണ്ടത് ആ ജീവിതത്തിന് നാശം. ഒറ്റ പ്രാവശ്യം ഇൻഫർമേഷൻ പറഞ്ഞു, ഇനി നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തി. ഇവിടെ പറയാണ് അങ്ങനെയാണെങ്കിൽ ദെയർഫോർ എന്നുള്ള വാക്കാണ് ഫോർ. ഇവിടെ അങ്ങനെയെങ്കിൽ എന്ന് എഴുതിയിട്ടുണ്ടോ? യോശുവ 1:8. എട്ട് മുഴുവൻ വായിക്കണം. ഒറ്റ വചനമായത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ഇതിനെ ധ്യാനിക്കണം. പ്രമാണിക്കാനായിട്ട് സഹായം പരിശുദ്ധാത്മാവാം. എന്നാൽ നിന്റെ പ്രവൃത്തി എന്നാൽ അതാ ദെയർഫോർ എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ടീഷൻ. അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അഥവാ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം ഭൂമിയിലുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾ വാഴും. ഇനിയും യു ആർ ഫോക്കസിങ് ഓൺ ദി ഹെവൻലി പ്ലേസസ്. കൊലോസ്യർ 3:1 ഞാനീ പറയുന്നത്. സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലർക്ക് എപ്പോഴും സംശയം, ഇന്നയാൾ സ്വർഗത്തിൽ പോവോ, അയാൾ സ്വർഗത്തിൽ പോവോ, അയാളോ ഇയാളോ സ്വർഗത്തിൽ പോവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. എക്സാമിൻ യുവർ സെൽഫ്. പ്രത്യേകിച്ചും 2025 ഇറ്റ്സ് ബെസ്റ്റ് ടു എക്സാമിൻ അവർ സെൽഫ്സ്. വായിച്ചേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചത് ഒരു കണ്ടീഷനായിട്ടിരിക്കുന്നു. അൺകണ്ടീഷണൽ അല്ല പല കാര്യങ്ങളും. അൺകണ്ടീഷണൽ ഉണ്ടെങ്കിൽ അത് സ്നേഹമേ ഉള്ളൂ. അതാ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിർത്തിയത്. അവിടെ നമ്മൾ തുടങ്ങും. അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പേ എവിടെയോ ഉയർത്തെഴുന്നേറ്റിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 12ാമത്തെ വാക്യം, 2:12. 3:1 ഇപ്പം വായിച്ചേ. ലേഖനത്തിൽ വചനവും അധ്യായവും ഒക്കെ പിന്നീടാണ് വന്നത്. ഇത് ലേഖനങ്ങളാണ്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ സ്നാനത്തിൽ അവനോടുകൂടെ യേശുവിനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവ സ്നാനത്തിലെ മരണ ഉയർപ്പിന്റെ കാര്യമായി പറഞ്ഞു. അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പറയാണ് 3:1, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തായ ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി എന്ന് പറഞ്ഞാൽ ഹൗ ടു ബി കംപ്ലീറ്റ് ഇൻ ഹിം. അതായിരിക്കണം നമ്മുടെ ഇനിയും. അതിനുള്ള സാധ്യതയാണ് നമ്മുടെ എന്നാൽ ചിലർ എപ്പോഴും പേടിയും ഭയവുമാണ്. പാരമ്പര്യ ശാപം ഇല്ല യേശുവിലായിരിക്കും. കാര്യം പുതിയ ഒരു പാരമ്പര്യത്തിലും പുതിയൊരു ജീവിതത്തിലും വന്നിരിക്കുന്നു. നിങ്ങളുടെ അകത്ത് ഈ വ്യാപരിക്കുന്ന ജീവൻ ക്രിസ്തുവിന്റെ ജീവൻ തന്നെയാണ്. ഇറ്റ് വാസ് ദ ഡേ യു വർ ബാപ്റ്റൈസ്ഡ്. നിങ്ങൾ സ്നാനപ്പെട്ട അന്ന് നിങ്ങളുടെ പാരമ്പര്യം മാറി. അതുകൊണ്ട് പാരമ്പര്യ ശാപം ഇല്ല. നല്ല ഉച്ചത്തിൽ പറയണം, ഞാൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാകയാൽ എൻ്റെ പാരമ്പര്യം യേശുവിൻ്റെ പാരമ്പര്യം, ദൈവത്തിൻ്റെ പാരമ്പര്യം, ദൈവത്തിൻ്റെ അവകാശമല്ലേ. അതാണ് ഈ റോമർക്കെതിരെ ഞാൻ ഈ പറഞ്ഞതിന് വചനം ഞാൻ തരാം. അവിടെ കൊലോസ്യർ 3 വരാം.
റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം. റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനം എന്ന് പറയുന്നത് തലയിൽ വെള്ളം കോരി ഒഴിക്കുന്നതല്ല, വെള്ളത്തിൽ കുഴിച്ചിടപ്പെടുക, വെള്ളത്തിൻ്റെ അകത്ത് പോവുക. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ ജീവന്റെ ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് എ ന്യൂ ലൈഫ്. ഇറ്റ് ഈസ് എ ന്യൂ ലൈഫ്. സ്വർഗത്തിലെ ജീവനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് who is walking in the Spirit is renewing your body to be transfigured ആയിക്കൊണ്ടിരിക്കുക ഡെയിലി. അപ്പോൾ സ്നാനപ്പെട്ടവനെ കുറിച്ച് പറയുന്നത് എന്താ? ഒന്ന്, പുതുക്കത്തിലാണ്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് ഒരു സഭയുടെ കൽപ്പനയാണ് എന്ന് വിചാരിക്കരുത്. ഇതെല്ലാവർക്കും വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? ഇറ്റ് ഈസ് ടു മൂവ് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ് വിത്ത് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ യു. ഒന്ന് പറഞ്ഞേ, 3-1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പറയേണ്ടത് ദൈവം ചെയ്യോ ഞാൻ ചെയ്യോ? ഞാനാണ് ചെയ്യേണ്ടത്. ഞാനാണ് അന്വേഷിക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താ? ഇപ്പം അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഇവിടുന്ന് അയച്ചു. ഒരു ഗിഫ്റ്റാണ്. നിങ്ങൾ ആദ്യത്തെ ഗിഫ്റ്റിൻ്റെ റാപ്പ് തുറന്ന ഒരു പ്ലാസ്റ്റിക് ഒരു കാർഡ്ബോർഡ് ബോക്സ് കണ്ടു. കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് എന്താ? എനിക്ക് മടിയാണ്. അതിൻ്റെ അകത്ത് തുറന്നപ്പം അതിനകത്ത് വീണ്ടും ഒരു റാപ്പിംഗ് ഉണ്ട്. ഇത് ചുമ്മാ മെനക്കെട്ട് പണിയാന്ന് പറഞ്ഞ് ഡസ്റ്റ്ബിന്നിൽ കളയുക. പക്ഷെ അതിനകത്തൊരു നിധി ഉണ്ടായിരുന്നു. ആ നിധി ഏറ്റവും ബെസ്റ്റ്, ആരും കാണാത്ത നിലയിൽ റാപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരാളൊരു ഗിഫ്റ്റ് തന്നാൽ ആ തരുന്ന ആളിനെ നമുക്ക് വിശ്വാസം വേണം. നല്ലതേ തരത്തുള്ളൂ. അത് ഞാൻ തുറന്നു നോക്കുമ്പം ഇറ്റ് വിൽ ബി സൂപ്പർ അബണ്ടൻസ് കംസ് വെൻ യു സ്റ്റാർട്ട് സീക്കിംഗ്. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. ജോഷുവയെ രാവും പകലും ധ്യാനിച്ചാൽ നിന്റെ വഴി പ്രോസ്പെറസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി സക്സസ് വാട്ട് എവർ യു ഡു. എന്ത് ചെയ്താലും സക്സസ്ഫുൾ ആയിരിക്കും. ഇപ്പം ഇവിടെ ദൈവവചനം പറയാണ്, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ? യു ആർ നൗ നോട്ട് അണ്ടർ ദ സൺ. സൂര്യൻ്റെ കീഴേ ഉള്ളത് മായ. അതായിരുന്നു നമ്മൾ ലോകത്തിലായിരുന്നപ്പോൾ. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗീയ സ്ഥലത്ത് സൂര്യനെ മീതെയാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ ഇനി മായയല്ല, റിയാലിറ്റിയെ. അപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. എന്നിട്ട് പറയാം ഭൂമിയിലുള്ളതല്ല. വായിച്ചേ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതല്ല എന്ന് പറയുമ്പോൾ ഭൗമികമായ ആവശ്യങ്ങളില്ലേ? ഭൗമികമായ ആവശ്യമില്ലേ? ഉണ്ട്. അത് ചേർക്കാവുന്ന ഗ്യാരണ്ടി പറഞ്ഞിരിക്കുക. നിങ്ങൾ എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്ത് കൊടുക്കും നീ വിചാരിക്കണം. നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ പിതാവിന് അറിയാം നിങ്ങൾക്കിത് ആവശ്യമുണ്ട്. നിങ്ങൾ മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി. ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒരിക്കലും വിചാരിക്കരുത്
ഞാനൊരു വചനം കേട്ടു ഉടനെ എല്ലാം ആമേൻ പറഞ്ഞു, എല്ലാം റെഡിയായി. ഇല്ല, ഐ ഹാവ് ടു പെർസ്യൂ ഓൺ ഇറ്റ്. ആമോസ് സിംഗ് പാസ്റ്റർ ിലൂടെ ഞാൻ കർത്താവിൽ വരുമ്പോൾ നിന്നിലൂടെ ഒരു വലിയ ഉണർവുണ്ടാകും എന്ന് പറയുമ്പം അത് കഴിഞ്ഞിട്ട് പോയി പുതച്ചും കൂടി ഞാൻ കിടന്നില്ല. പണ്ട് ഞാൻ അബുദാബി വന്നപ്പോൾ ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, എൻ്റെ മേൽ അപ്പോസ്തോലിക വിളിയ. അത് കഴിഞ്ഞ് ഞാൻ ഇതുവരെ എന്നെ ആരും ക്രൂസൈഡിന് വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് കർത്താവായ യേശു വന്നു പോയാലും വിളിക്കാൻ പോകുന്നില്ല. ഒരു പ്രവചനം ഞാൻ കേട്ടാൽ അതിൻ്റെ മേൽ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് ഞാനാ. ഉടനെ മെഗാ ക്രൂസൈഡല്ല, കാണുന്നവരോടെങ്കിലും യേശുവിൻ്റെ നന്മ പറയാൻ മേലെ. യു സ്റ്റാർട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എനിക്ക് ആഗ്രഹമുണ്ട് ഒറ്റയടിക്ക് 30 ലക്ഷം പേരുടെ ക്രൂസൈഡിൽ പ്രസംഗിക്കണം, ആഗ്രഹമുണ്ട്. ആ ആളുകൾ വരുന്നുമുണ്ട്. പക്ഷേ ആദ്യമേ ഒരു വ്യക്തിപരമായി ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഇന്ന് കാണുന്ന ഹെവൻലി ഫീസ്റ്റും ഇന്ന് കാണുന്ന നിറഞ്ഞിരിക്കുന്ന നെഹ്റു സ്റ്റേഡിയവും ഇന്ന് തുടങ്ങിയതല്ല. 96 ഒന്നുമില്ലാതെ ശൂന്യതയിൽ നിൽക്കുമ്പോഴും വലിയ കാര്യങ്ങൾ പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. എനിക്കൊരു കാര്യം അറിയാം, ഒരാൾ കർത്താവിനെ സ്നേഹിക്കുമ്പം നിങ്ങൾ പറയുന്ന പല വാക്കുകളും പിന്നീട് നിങ്ങൾ വചനത്തിൽ വായിക്കും. എൻ്റെ അനുഭവം അതായിരുന്നു. പിന്നീട് അതേ വചനം നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഭൂമിയിലുള്ളതല്ല എന്ന് ദൈവവചനത്തിൽ പറയുമ്പം പിന്നെ ഭൂമിയിൽ എങ്ങനെ നമ്മൾ ജീവിക്കും? എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ എന്ന് പറയുമ്പം വിശ്വാസം കാണാത്ത കാര്യത്തിൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ സമയമാകും വരും എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം പറഞ്ഞ അവിടെ ഇരിക്കത്തില്ല, അതിൻ്റെ മേൽ സ്റ്റെപ്പുകൾ എടുക്കും. ഏലിയായെ, നീ കെരീത്ത് തോട്ടിൻ്റെ അരികിൽ പോയി അവിടെ ഇരിക്കണം, ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ഭക്ഷണം കൊണ്ടുതരാൻ. ഏലിയ അവിടെ പോയി ഇരുന്നില്ലെങ്കിലോ കാക്കയുടെ ഡ്യൂട്ടി ചെയ്യും. കാക്കയല്ല, റേവൻ എന്ന് പറയും, ബിഗർ വൺസ്. ഏലിയ അവിടെ കാണണം. അതുപോലെ തന്നെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഏത് സഭയാണോ അവിടെ തന്നെ നിന്ന് നോക്കിക്കേ. അവിടെയാ കമാൻഡ് ചെയ്തിരിക്കുന്ന അനുഗ്രഹം മുഴുവൻ വരാൻ, എന്നെ പണിതെടുക്കേണ്ട വചനം വരാൻ. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ, ഡിസോർഡർ അല്ല. ഇതിനെ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് കൂട്ടുപിടിക്കുകയല്ല. ഗോഡ് വിൽ നോട്ട് ബി എ പാർട്ട് ഓഫ് യുവർ മിസ്ഡൂയിങ്സ്. ചിലർ പ്രാർത്ഥിക്കുന്ന പോലെ ബാറിൻ്റെ മുമ്പിൽ നിന്ന്, കർത്താവെ നിന്റെ ഹിതമാണ്, അല്ലെങ്കിൽ ഈ ബാറിനകത്ത് ഞാൻ എന്നെ കയറാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നേരെ അകത്തോട്ട് കയറിപ്പോകും. കർത്താവ് എനിക്ക് കുടിക്കാൻ ഒട്ടും ആഗ്രഹമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മദ്യപിക്കുക. ആ ഫ്രീ വില്ലിനകത്ത് ദൈവം ഇടപെടത്തില്ല. അതിൻ്റെ കാരണം ദൈവം കുറ്റം ഇനിയും എടുക്കത്തില്ല. ഇന്ന് രാവിലെയും ഒരു കല്യാണാലോചന പറഞ്ഞപ്പം ചിലർ കേൾക്കുമ്പം ചിലർക്ക് എന്നോട് ദേഷ്യം വരുമായിരിക്കും. പെൺകൂട്ടരായാലും ചെറുക്കൻകൂട്ടരായാലും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ അന്വേഷിക്കേണ്ടത് ചുമതല നിങ്ങളുടേതാണ്. എൻ്റെ വായിന്ന് നന്മയോ തിന്മയോ വരത്തില്ല. എൻ്റെ കാരണം വിവാഹം കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കല്യാണം ആലോചിക്കാറില്ല. കല്യാണം ഒരിക്കലും ആലോചിക്കത്തില്ല. 2, എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ അന്വേഷിക്കണം. എൻ്റെ കാരണം നല്ലതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എങ്ങാനും കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പിണങ്ങിയാൽ പിണക്കം എല്ലാ വിവാഹ ജീവിതത്തിലുണ്ട്. കാര്യം 2 പേർ 2 ബാക്ക്ഗ്രൗണ്ടിലും 2 ചെറുപ്പത്തിൽ നിന്നുള്ള മാനസികമായ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് പലതുമുണ്ട്. അങ്ങനെ വളർന്നത്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം ഒന്നിനെ ഇരുവരെയും മനസ്സിലാക്കാൻ. അപ്പം അതിനകത്ത്
എന്തെങ്കിലും ചെറിയ ദൂരം പറയും, അത് അയാൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ വഞ്ചിച്ചാൽ. ഭൗമികമായ കാര്യങ്ങൾ ദൈവം നമുക്ക് പരിജ്ഞാനം തന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം. സോ അവിടെ എഴുതിയിരിക്കുകയാണ്, ഭൂമിയിലുള്ളതല്ല എന്ന് പറയുമ്പം ഭൂമിയുള്ള ഒന്നും അന്വേഷിക്കേണ്ടെന്നാണോ? ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു, ഹെവൻലി ഫീസിലെ ഓരോ വിശ്വാസികളും പ്രത്യേകിച്ചു ലോകമെമ്പാടും, ഞാൻ പറഞ്ഞു December 31 ഒരു വലിയൊരു ഇവൻ്റാണ്, അതിനെല്ലാവരും സഹകരിക്കും. എല്ലാവരും സഹകരിച്ചു. ആൻഡ് ചർച്ചിന് ആസ് എ ഹോൾ ഒരു ഭാരമില്ലാതെ ആ ഒരു ഇവൻ്റ് നടത്താൻ പറ്റും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം. എന്ന് പറഞ്ഞാൽ കോടികളുടെ മിച്ചമൊന്നുമല്ല. വി വിൽ ജസ്റ്റ് ഫിനിഷ്. ആൻഡ് ദൈവത്തിൻ്റെ മഹത്വം. ഐ എം വെയിറ്റിംഗ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ക്രോർസ്. അതും ചെലവാക്കും. അങ്ങനെ വല്ല വിധേന എല്ലാവരും അറിയണം യേശുവിന് വേണ്ടി. ഒരു ജീവൻ ഒരു ദൗത്യം. വൺ ലൈഫ് വൺ മിഷൻ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ വ്യക്തിപരമായി എടുത്തിരിക്കുന്ന ഒരു സ്ലോഗൻ, ചെലവാക്കാം യേശുവിനായി. എൻ്റെ ജീവിതം അതാ. ആസ് എ പിൽഗ്രിം എനിക്ക് ഉറപ്പുണ്ട് ഞാനിവിടെ അന്യനും പരദേശിക, ഇവിടെ ഒന്നും കെട്ടിപ്പടുത്താനില്ല. അപ്പം നിങ്ങൾ ഓർക്കും അങ്ങനെയാണ് കുടിലിൽ പോയി താമസിച്ചാൽ പോരാ. ദൈവം തരുന്നത് 2 കൈ നീട്ടി സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് നല്ലതും വലുതുമായ ഭവനങ്ങൾ തരും. വചനം അമേസ്ഡ് ആയിരിക്കും. ഈ വർഷം യു വിൽ ബി അമേസ്ഡ്. 2025 ദൈവം ചെയ്യുന്ന നന്മകൾ, അനുഗ്രഹവും കണ്ട് നിങ്ങൾ വിസ്മയിച്ചിട്ട് പറയും, ഇത് ദൈവത്താൽ അല്ലാതെ നടക്കത്തില്ല. ദൈവത്താൽ അല്ലാതെ നടക്കത്തില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിപ്പാൻ ദൂതന്മാരെ ഞാൻ കൽപ്പിച്ചിട്ടിരിക്കുക. ആ ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല. അതിനെ നേരിട്ട് കാണുകയും ആ നാമം നമ്മുടെ നാവിൽ തന്നതായി, യേശു എന്നുള്ള നാമം. അപ്പോൾ ഭൂമിയിലുള്ളത് അന്വേഷിക്കേണ്ടെന്ന് പറയുമ്പം അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. വായിച്ചേ കൊലോസ്യർക്ക് ഇത് ലേഖനം 3:2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ഇപ്പം തന്നെ നിങ്ങൾ മരിച്ചിട്ട് എന്ത് സംഭവിച്ചിരിക്കുക? നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് ക്രിസ്തുവിന്റെ അകത്ത് വ്യാപരിച്ച അതേ ജീവനാണ്. അതിൻ്റെ പേരാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുമ്പം സ്വർഗത്തിൽ ചെന്ന് കിട്ടുന്നതല്ല. യേശു ഭൂമിയിൽ ആയിരുന്ന സമയത്ത് യേശുവിൻ്റെ അകത്തുണ്ടായിരുന്ന അതേ ജീവനാണ് നിങ്ങളിലും എന്നിലും വ്യാപരിക്കുന്നത്. ദ ലൈഫ് ടുഡേ ഈസ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻസൈഡ് ഓഫ് യു. 1 John 5:11. 1 John 5:11. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ലോകപ്രകാരം മരിച്ചു. യു ആർ ആബ്സെന്റ് നൗ ടു ദ വേൾഡ് ആൻഡ് പ്രസന്റ് ബിഫോർ ക്രൈസ്റ്റ്. അതാണ് പൗലോസ് പരിശുദ്ധാത്മാവിലൂടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും ടു ലിവ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഇസ് ഗെയിൻ. ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ്. ഓർത്ത് നോക്കുക, വായിച്ചേ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, തരാൻ പോകുന്നു എന്നല്ല, തന്നു. ആ ജീവൻ, ഈ പറയുന്ന ജീവൻ ഏതാ? അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. ആ യേശുവിലുണ്ട് ജീവൻ തന്നെയാണ് ഇന്ന് നിങ്ങളിലും എന്നിലും ഉള്ളത്. ഇറ്റ് ഈസ് നോട്ട് എൻ ഓർഡിനറി ലൈഫ്. ദൈവത്തെ ദൈവമാക്കിയ മഹത്വത്തിനകത്തുണ്ടായിരുന്ന ജീവൻ, അതാണ് നിങ്ങളുടെ അകത്ത് ഇന്ന് വ്യാപരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. ഭംഗം വരുത്തില്ല എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആകത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞ സമയത്ത് നടന്നില്ലെങ്കിൽ ഒരിക്കലും ഇളകിപ്പത്തില്ല, ഭാരപ്പെടുത്തില്ല, വിചാരപ്പെടുത്തില്ല. കാരണം
എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവനാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവ് നിങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്ന് വസിക്കും. ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് എന്താ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിൽ നിന്ന് വസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? ജീവനാൽ, നാമത്താൽ, യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ ജീവനാലും ദ ഹോൾ ട്രിനിറ്റി ഈസ് നൗ ഇൻ മീ. അതാ എൻ്റെ അകത്ത് എന്നിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം. പഴയതല്ല ഈ പാർട്ടി. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. ഇത് പുതിയൊരു ബീയിങ്ങാണ്, പുതിയൊരു സ്പീഷീസാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരാജയത്തിൻ്റെ ഭീതി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല. ഏതവസ്ഥയിലായാലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. എൻ്റെ കാരണം ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. പ്ലെയിൻലി ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. കൊലോസ്യർ 3:3 വായിച്ച്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുക. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്ന് പറഞ്ഞാൽ ഇനിയും മേഘാരൂഢനായി വരുന്നു എന്ന് പറയുമ്പോൾ മേഘമല്ല, മേഘം പോലെ അസംഖ്യഗണമായ ക്രിസ്തുയേശുവിൽ മരിച്ചവർ യേശുവിനോട് കൂടെ വരും. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന അവൻ്റെ വ്യാപാര ശക്തിയാൽ താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ രൂപാന്തരം പ്രാപിച്ച് തൻ്റെ ശരീരമായി, ഓർത്ത് നോക്ക്, നമ്മുടെ ശരീരം പോലും ഭൂമി വെന്ത് അരിഞ്ഞ് അതിൻ്റെ മൂലപദാർത്ഥം പോലും നശിക്കും എന്ന് പറയുന്ന ഭൂമി നശിക്കുന്നതിന് മുമ്പായി നമ്മുടെ ശരീരങ്ങളെ പോലും ഇവിടെ ഇട്ടേച്ച് പോകത്തില്ല. എന്തൊരു പ്രത്യാശയാണ്. മരണം എല്ലാവർക്കും ഉള്ളതാണ്. ഒരിക്കൽ മരണവും ഒരിക്കൽ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും. പക്ഷേ ക്രിസ്തു യേശുവിലുള്ളവർ മരണം കാണത്തില്ല. മരണം കാണത്തില്ലെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സെൻസിലുള്ളതല്ല. സെപ്പറേഷൻ കാണത്തില്ല. കാര്യം യു ആർ ഓൾറെഡി ഇൻ ഹിം. ഒരു പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്നൊക്കെ നമ്മൾ കേൾക്കത്തില്ലേ? ഒരു ഉടുപ്പ് മാറിയിടുന്ന പോലെ അത്രയും ലാഘവമായിരിക്കും. ബിക്കോസ് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരണമല്ല കാണുന്നത്, ജീവനാകുന്ന വെളിച്ചം എന്നെ ആയിരിക്കും കാണുന്നത്. കാര്യം ഞാൻ ക്രിസ്തു യേശുവിനകത്ത്. സോ ആ ദീർഘായുസ് കൊണ്ട് തൃപ്തിയാകും. PG വർഗീസ് അങ്കിളൊക്കെ ഇന്ന് 80 അല്ലേ? സഹോദരിയും 70s ലേറ്റ് 70s പക്ഷെ കണ്ടാൽ തോന്നുന്നില്ല. ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഡൽഹി പോയ സമയത്ത് ഷി വാസ് വീക്ക്. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച കോട്ടയത്ത് വരുമ്പം 29-ാം തീയതി കോട്ടയത്ത് വരുമ്പം ഷീ വാസ് യങ് ആൻഡ് ആക്റ്റീവ്. ദിസ് വേർഡ് ഇസ് ലൈഫ്. ഈ വചനം ജീവന്റെ വെളിച്ചമാണ്. ഈ ശരീരത്തിന് ജീവൻ നൽകുന്നത്. ആൻഡ് എവറി ഡേ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫോംഡ് ആൻഡ് റിന്യൂഡ്. ട്രാൻസ്ഫിഗറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ പോലും അറിയാതെ. സോ കർത്താവായ യേശു ക്രിസ്തുവിൽ അത് കഴിഞ്ഞിട്ടാണ് താഴെ ഉള്ള വചനം മുഴുവൻ 3-ാം അധ്യായം കൊലോസ്യർ 3 പറയുന്നത്. ഇറ്റ് ഈസ് ഈ കൊലോസ്യർക്ക് ഇത് ലേഖനം തന്നെ ഗോഡ് ഹെഡിനെ കുറിച്ചാണ്, ദൈവികത്വത്തെ, ദൈവത്തിന്റെ പരിപൂർണ്ണത. ഇതെല്ലാം നമുക്ക് തിരിച്ച് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പോകാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ വർഷത്തെ ദൂതിലോട്ട് പോകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് ഇന്നലെ വായിച്ചത്. ആ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാം. അപ്പൊ ദൈവത്തിന് മഹത്വീകരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം എനിക്ക് തോന്നിവാസം നടക്കാനുള്ളതല്ല. ഇനി ദൈവത്തിന് പ്രസാദകരവും
ദൈവത്തിന് മഹത്വമുള്ളതായിരിക്കും. അത് ഡെയിലി റിഫോർമേഷനാണ്. ഒരു ദിവസത്തെ അല്ല, എല്ലാ ദിവസവും റിഫോംഡ് ആകേണ്ടത്. നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. കാര്യം ജീവൻ ഇപ്പം ലോകത്തിൻ്റെ അല്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഒരു വ്യക്തി, he cannot fit into any other place. വിശ്വാസത്തിൽ വന്നിരിക്കുന്നവർ അവരുടെ സ്വന്തം കസിൻസ് കൂടിയാൽ പോലും, എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിലല്ലെങ്കിൽ ടോപ്പിക്കില്ല വർത്താനത്തിന്. പെട്ടെന്ന് യു ഗെറ്റ് ഔട്ട് ഓഫ് എക്സോസ്റ്റഡ്. മറ്റേതല്ല, മണിക്കൂറുകൾ വർത്താനം പറഞ്ഞാലും തീർത്തില്ല. ബട്ട് വെൻ ദ സ്പിരിറ്റ് ലെവൽ ഈസ് ഡിഫറെൻറ്റ്, യു ഗെറ്റ് എക്സോസ്റ്റഡ് വെരി ഫാസ്റ്റ്. You get tired very fast. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പോലെ ദൈവത്തെ മഹത്വപ്പെടും. ദൈവമാണെന്ന് ഓർത്തേ. എൻ്റെ ഈ വാക്കുകൾ എന്നിലിരിക്കുന്ന പിതാവ് സംസാരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ഗോഡ്. ഇറ്റ് ഈസ് ഗോഡ്. അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്, ഫിയർ ഓഫ് ഗോഡ് ഷുഡ് നോട്ട് ഡിപ്പാർട്ട് ഫ്രം അവർ ഹാർട്ട്സ്. ഇത് കളിയല്ല. ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി. അപ്പം നിരൂപണങ്ങൾ, സങ്കല്പണങ്ങളും നിരൂപണങ്ങളും നിരൂപിക്കുകയാണ് ദൈവം എന്നോട് സംസാരിച്ചത്. ദൈവം എപ്പോഴും സംസാരിക്കുമ്പം ഓർത്തോണം, ദൈവവചനത്തെ വിട്ട് ദൈവം സംസാരിക്കത്തില്ല. ഈ എഴുതിയിരിക്കുന്ന വചനത്തിൽ നിന്നും വിട്ട് ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല. എൻ്റെ കാരണം എന്താ? ദൈവം മനുഷ്യനല്ലാത്തതുകൊണ്ട്. മനുഷ്യനല്ല മറന്നുപോവാൻ, മനുഷ്യനല്ല നുണ പറയുവാൻ. സോ എന്നോട് കർത്താവ് പറഞ്ഞു, ഇനി മുതൽ, നാളെ സഭയോഗമാണല്ലോ, കർത്താവ് എന്നോട് പറഞ്ഞു, എന്നെ സഭയോഗത്തിൽ പോകണ്ട. അത് കർത്താവല്ല, പിശാച്. നിങ്ങളുടെ നിരൂപണങ്ങളെ, രാപകൽ വചനത്തെ ധ്യാനിക്കുന്ന ഒരു വ്യക്തി, അതാ പരിശുദ്ധാത്മാവിൽ നടക്കുമെന്ന് പറയുന്നത്. രാവും പകലും എന്ന് പറഞ്ഞാൽ രാവും പകലും തന്നെ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഐ വിൽ ബി ഗോഡ് കോൺഷ്യസ് ദാൻ മാൻ ഓർ വേൾഡ് കോൺഷ്യസ്. മറ്റുള്ളവർ എന്നാ വിചാരിക്കും, എന്നെ സംബന്ധിച്ചോളം ഞാൻ ലോകത്തിന് മരിച്ചു. ചിലപ്പോൾ ഈ പണ്ടൊക്കെ ക്രൂസൈഡിനൊക്കെ പോകുന്ന, ക്രൂസൈഡല്ല, ഈ സുവിശേഷ വലിയ മീറ്റിങ്സിനൊക്കെ പോകുന്ന സമയത്ത് ചിലരൊക്കെ വിളിച്ച് ഇവിടെ വന്നാൽ വലിയ കുഴപ്പങ്ങളാണ്, ഇപ്പം ഇത് ചെയ്ത് കളയും, ഭീഷണികൾ മുഴക്കും. ചിലരിങ്ങനെ പറയും, കണ്ടില്ല എന്നാ പറയുന്നത്. ഞാൻ പറയും, ഒരു മരിച്ചവനെ കൊല്ലാൻ പറ്റത്തില്ല. ഐ എം ഡെഡ് ഫോർ ക്രൈസ്റ്റ്. യു കനോട്ട് കിൽ മീ അഗൈൻ. ആൻഡ് ദാറ്റ് ഈസ് മൈ ബോൾഡ്നെസ്. എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനെക്കാളും വലുത്. നോ, അവിടെ സംഭവിച്ചെന്താ നോക്കിക്കേ, അവരുടെ സ്വന്തം നിരൂപണങ്ങളെ ദൈവത്തെ നന്ദി. ഈ യേശു നിങ്ങളുടെ കർത്താവാണെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണമെന്ന് പറയാം. സ്തോത്രം ചെയ്യുന്ന ഒരു ഹൃദയം എപ്പോഴും യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം യേശുവേ, നന്ദി കർത്താവേ. ആ ബോധ്യം മനസ്സ്, നിങ്ങൾ പറയുന്നത് ചിന്തിക്കുന്നതെന്ന് ഓർത്തു. ചിന്തിക്കുന്നത് പറയുകയല്ല, മെഡിറ്റേറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ ഹൃദയം നിറയുന്നത് വാ പ്രസ്താവിക്കും. ഹൃദയത്തിനകത്ത് രാവും പകലും വചനവും ധ്യാനിക്കുകയാണല്ലോ, വാ പ്രസ്താവിക്കും. വാ പ്രസ്താവിക്കുന്നത് അനുഭവമാകും. അതുകൊണ്ട് ആ ട്രെയിനിങ് വേണ്ടി, ഡിസിപ്ലിൻ ചെയ്യേണ്ടി. എൻ്റെ വായിന്ന് വചനമേ വരത്തുള്ളൂ, ഇല്ലായ്മയും കുറ്റം പറച്ചിലും വരുത്തില്ല. മക്കളെക്കുറിച്ച് ഞാൻ പറയാം, മക്കളെക്കുറിച്ച് നന്മ മാത്രം പറഞ്ഞ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും പ്രയാസം വരും, പക്ഷെ പ്രയാസം പറയാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, അവരിൽ നന്മ പ്രവചിക്കാനാണ് വിളിച്ചിരിക്കുന്നത്.
അത് പറഞ്ഞുകൊണ്ടിരുന്നേ, അതുപോലെ ആകും, ഒരു സംശയം വേണ്ട. സോ ഇവിടെ പറയാണ് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവിനാൽ, ഇന്ന് ഈ വർഷം നിറവിൻ്റെ വർഷമാണ്, അവൻ്റെ നിറവിൽ നിന്നും കൃപയ്ക്ക് വേണ്ടി കൃപ, കൃപയ്ക്ക് വേണ്ടി കൃപ എന്ന് പറയുമ്പോൾ ഗ്രേസ് ഫോർ ഗ്രേസ് എന്ന കാര്യം. കർത്താവിൻ്റെ ഗ്രേസ് എന്ന് പറയുന്ന അൺമെറിറ്റഡ് ഫേവർ, അൺമെറിറ്റഡ് റിച്ചസ്, അൺമെറിറ്റഡ് ഗ്ലോറി, അൺമെറിറ്റഡ്, ഇതൊന്നും അർഹതയില്ലാത്തത് ഫിറ്റിൻ ആകണമെങ്കിൽ അത്രയും വലിയ പാത്രമാകണം, എന്നാലും ചെറുതാവും. 800 കോടിക്ക് വേണ്ടി, 900 കോടി 900 കോടി ആകുമായിരിക്കും, 800 കോടിക്ക് വേണ്ടിയുള്ള മുഴുവൻ അനുഗ്രഹവും ഒരുക്കിയിരിക്കുക ക്രിസ്തുവിൽ. അത് എല്ലാവർക്കും വേണ്ടിയത്, അവരുടെ തലമുറയ്ക്ക് വേണ്ടിയതുണ്ട്. ആരും മറിയും ടെൻഷൻ അടിക്കണ്ട, വേറെ ഒരാൾ കൂടുതൽ കിട്ടി എൻ്റെ കൊണ്ടുപോയോ. അസൂയ വരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ആഗ്രഹിച്ചത് മറ്റേ ആൾക്ക് കിട്ടി. എടാ, അതേ അപ്പനല്ലേ ഇത് ഇവിടെ ഇരിക്കുന്നത്? അയാൾ കാണിച്ച കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? ആർ യു കമ്മിറ്റഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്? ആർ യു കമ്മിറ്റഡ്? ഞാൻ എപ്പോഴും മനസ്സിലോർക്കും, ഞാൻ പലരെയും കാണാറുണ്ട്, അവർ സാക്ഷ്യം പറയുന്ന സമയത്ത്, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ ഇന്നർ ചേംബർ ഒരു ഘടകമായിട്ട് അവർ പറയും. രാത്രി 8:30 ആയോ, ഇത് ഞങ്ങൾ കുടുംബമായി ഇന്ന് കാണും, മക്കളെ പിടിച്ചിരുത്തി കാണും. അത് കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥന നടത്തും. കുടുംബ പ്രാർത്ഥനയുടെ സ്ഥാനം ഇന്നർ ചേംബർ എടുക്കത്തില്ല. ആ വചനം കേട്ടത് വീണ്ടും ഡിസ്കസ് ചെയ്യും. കാര്യം എന്താ? ഇനി ക്ഷീണിച്ചു, 9:30 എന്ന് കിടന്നുറങ്ങിയേക്കാം. അല്ല, 40 ദിവസം ഉപവസിച്ച ശേഷം പതിവ് പോലെ യേശു ദേവാലയത്തിൽ വന്നു, സിനഗോഗിൽ വന്നു. എന്തുകൊണ്ട് വൈ ആർ വി നോട്ട് ഫിൽഡ് വിത്ത് ദ ഫുൾനെസ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ എന്തുകൊണ്ട് നിറവ് വരുന്നില്ല? ഒന്ന്, ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വം കൊടുത്തില്ല. ദൈവത്തിന് വേണ്ടിയ ആദരവ്, ദൈവത്തിന് വേണ്ടിയ ഗ്ലോറി ഒരിക്കലും എപ്പോഴും ഓർത്തോണം. ശുശ്രൂഷകരുടെ കൂടെ ഞാൻ പറഞ്ഞു, ഞാൻ എന്നുള്ള പദം വിട്ടുവെക്കണം. ഞാൻ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ മുട്ടയിൽ നിന്നപ്പോൾ, ഞാൻ പ്രസംഗിച്ചപ്പോൾ, ഈ പദങ്ങൾ എൻ്റെ നാവിൽ നിന്ന് മാറണം. കാരണം നിങ്ങളോ ഞാനോ അല്ല ഇത് ചെയ്യുന്നത്, നമ്മളിലിരിക്കുന്നവൻ ഇതെല്ലാം ചെയ്യുന്നു. മീറ്റിങ്ങിന് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവ്, സൗഖ്യമാക്കുന്നത് യേശു. അത് കർത്താവായ പിതാവ്, മഹത്വത്തിൻ്റെ പിതാവിൻ്റെ നാമമഹത്വത്തിനായി. അതിനകത്ത് നമ്മുടെ പാർട്ടൊന്നുമില്ല. ദൈവത്തിന് ഒരു മോഹം വേണം, അത്രേ ഉള്ളൂ. ഇതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ദൈവം. നമ്മൾ ഈ പിള്ളേരോട്, ഇപ്പം ഇവിടുത്തെ ഈ കസേര പിള്ളേരുള്ളപ്പോൾ നമ്മൾ അകത്താ ഇന്നർ ചേംബർ. അപ്പം കസേര എടുക്കുമ്പോൾ രണ്ടും കൂടെ ഓടി വരും, ജേക്കോബും നോവായും കൂടെ. പിടിച്ചേ ഇതാ പിടിച്ചിരിക്കും നമ്മളാ. അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പറയും, ഓയ്യടാ ഇത് 2 പേരും കസേര കൊണ്ട് വെച്ചില്ല, അവരത്തെ പിടിച്ചെന്നേ ഉള്ളൂ. അതാണ് ശുശ്രൂഷ. നമ്മളല്ല ചെയ്ത മുഴുവൻ പ്രവൃത്തി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും അതിന് സംരക്ഷണം. നെഹ്റു സ്റ്റേഡിയത്തിൽ മീറ്റിംഗ് നടക്കുമ്പോൾ 10,000 ആൾക്കാർ വന്നിരിക്കും. അവിടെ ഫുൾ അവരെ കൊണ്ടുവന്നതും, അവിടെ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, 7 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ഇരിക്കും? ആരും അനങ്ങത്തില്ല. അവരെ ഇരുത്തിയതും ഡിസിപ്ലിൻഡായിട്ട് വന്നതും പോകുന്നു. അധികാരികൾ പറയും, ഇങ്ങനെ ഒരു കൂട്ടർ വന്നതും പോയതും അറിഞ്ഞില്ല. 7 പേര് വന്നാൽ 8 പോലീസ് വേണം ഞങ്ങൾക്ക്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അംഗീകരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ദൈവത്തെ ദൈവം എന്ന് ഓർത്ത് മഹത്വം കൊടുക്കുകയും ആദരവ് കൊടുക്കുകയും, 2, നമ്മുടെ മനസ്സിനകത്ത് ഒരിക്കലും തോന്നരുത് ഞാനുണ്ടെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും എന്ന് പറഞ്ഞ വാക്ക് മറക്കല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തവർ എഴുന്നേറ്റ് പറയും.
ഇന്ത്യയിൽ അത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോർത്തു നമ്മളാണ് വലിയ പാർട്ടികൾ. പേരോ അഡ്രസ്സോ യൂട്യൂബോ ഫേസ്ബുക്കിലല്ലാത്ത ലക്ഷക്കണക്കിന് ശുശ്രൂഷകർ ഇന്ന് ഇന്ത്യയിൽ എഴുന്നേറ്റിരിക്കും. അവർക്ക് ഫേസ്ബുക്കും വേണ്ട, വാട്സപ്പും ഇല്ല, കമൻറ്റും ഇല്ല, എന്നെ പോലെ ഡെയിലി മെസ്സേജ് 1 മിനിറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷേ അവർ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം ഞാൻ ചെയ്യുന്നു ഇത്. പക്ഷെ അവർ ദേ ആർ അൺനോട്ടിസ്ഡ്. 1-2 ലക്ഷം കൂടുന്ന സഭകൾ അനേക ഉണ്ട് ഇന്ത്യയിൽ. അവർ പക്ഷെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഇല്ല. ആൻഡ് ഐ നോ സം ഓഫ് ദം. ചിലരെ എനിക്കറിയാം. അവരാണെന്ന് പോലും നമ്മൾ അറിയത്തില്ല. നിങ്ങളുടെ ലീഡർ ആരാന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. ഗിവിംഗ് ടോട്ടൽ ഗ്ലോറി ടു ഗോഡ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്. ഗിവിംഗ് ഓഫ് താങ്ക്സ്. വായിച്ചേ, റോമർക്ക് ലേഖന വായിക്കുന്നത് 22. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം അപ്പോൾ പോയി. നോക്കിക്കേ, വിവേകം, കോൺഷ്യൻസ് ഇരുണ്ടുപോയി. അതാണ് ദൈവവചനത്തിൽ പറയുന്നത്, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടും. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇപ്പം കാണാൻ മേല. കാണാത്തത്, ദ ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് വർ ക്ലിയർലി സീൻ എന്നാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുക, നൗ ദേ കനോട്ട് സീ. ഇപ്പം ഞാൻ പലപ്പോഴും കാണുന്നതും അങ്ങനെ എങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് എനിക്കറിഞ്ഞൂടാ. കണ്ടത് ചെയ്യുക എന്നുള്ള തത്വം എൻ്റെത്. എൻ്റെ കൺമുമ്പിൽ ഒരു കാര്യം കിടപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ചെയ്യും. എന്നെ അത് ഏൽപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. അങ്ങനെയല്ല. ദൈവരാജ്യം എല്ലാം കർത്താവിനെന്ന പോലെ ചെയ്താൽ വാഗ്ദത്തം എന്ന പ്രതിഫലം കർത്താവിൽ നിന്ന് കിട്ടും. നാളെ സഭായോഗമാണ്. ആരും തന്നെ വീട്ടിലിരിക്കരുത്. ആദ്യത്തെ ഞായറാഴ്ചയാണ്. കർത്താവ് അനുവദിച്ച് നാളെ ദുബൈയിൽ സഭായോഗത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സോ ഇന്നർ ചേംബർ കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ ഹെവൻലി ഫീസ്റ്റിൽ എല്ലാവരും തന്നെ വരണം. നാളെ കോട്ടയത്ത് രാവിലെ ബെന്നോ സച്ചിനോ ആയിരിക്കും. രണ്ടാമത്തെ മീറ്റിംഗിൽ തോമസ് കുട്ടി ബ്രദർ ആയിരിക്കും. കരുനാഗപ്പള്ളിയിൽ ബെന്നി ബ്രദറാണ്. ട്രിവാൻഡ്രത്ത് തോമസ് കുട്ടി ബ്രദറാണ്. കോഴഞ്ചേരിയിൽ ആസ് യൂഷ്വൽ റജി. ട്രിവാൻഡ്രത്ത് റോണക്ക അല്ല, ശരി, എന്നാൽ ഒന്നുകൂടെ തിരുത്തി പറഞ്ഞേക്കാം. കോട്ടയത്ത് രാവിലെ ബെന്നോ സച്ചിനോ ആയിരിക്കും. രണ്ടാമത്തെ മീറ്റിംഗിൽ തോമസ് കുട്ടി ബ്രദർ ആയിരിക്കും കോട്ടയത്ത്. കരുനാഗപ്പള്ളിയിൽ ബെന്നി ബ്രദർ ആയിരിക്കും. ട്രിവാൻഡ്രത്ത് രാവിലെ 8 മണിക്കാണ് കാർത്തിക തിരുനാൾ. ഓഡിറ്റോറിയത്തിൽ റോണക്കായിരിക്കും ശുശ്രൂഷിക്കുന്നത്. കോഴഞ്ചേരിയിൽ റജി ബ്രദറാണ്. തുമ്പമണിൽ നാളെ മുതൽ കോഴഞ്ചേരിയുടെ ഷാജി ബ്രദറായിരിക്കും ശുശ്രൂഷിക്കുന്നത്. റാന്നിയിലെ പുതിയ ചാർജ് രഞ്ജിത്ത് ബ്രദറാണ്. ഈ മുഴുവൻ പേര് പറയാൻ പോയാൽ അതിന് തന്നെ മണിക്കൂറുകളെടുക്കും. പ്രധാനമായി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ മുതൽ ഇന്നർ ചേംബറിലെ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഫെബ്രുവരി 18, 19, 20 3 ദിവസം ഗുജറാത്തിലെ സോൺഗഡിൽ മീറ്റിംഗ് ഉണ്ട്. 10,000 കണക്കിന് ആൾക്കാർ കൂടുന്ന ഒരു വലിയ മീറ്റിംഗ് ആണ്. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിലൊരു വ്യക്തി ഈ വചനം കേട്ടാൽ ഒരു ഭൂഖണ്ഡത്തെ കീഴ്മേൽ മറിക്കും. സോ കർത്താവ് അനുവദിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു. ഇന്നാണ് ആ ഏരിയയും ലൊക്കേഷനും ഒക്കെ ഡേറ്റ്സ് ഫൈനലായി ആയിരുന്നു. പക്ഷേ സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ല. സോ ഇന്നാണ് അവർ പറഞ്ഞത് സോൺഗഡിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു വലിയ ദാഹമാണ്
അകത്ത് കർത്താവ് ലക്ഷങ്ങളെ ഒന്നിച്ച് നിൽക്കുന്ന കാണാൻ. സോ അതിനുവേണ്ടി ഈ വർഷം എല്ലാവരും തന്നെ ഇന്നർ ചേംബറും ഹെവൻലി ഫീസിലെ എല്ലാവരും തന്നെ എല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ കുറച്ച് മാറ്റിവെക്കണം സുവിശേഷ വേലയ്ക്ക്. എന്നിട്ട് എല്ലാ മന്തിലും യു കീപ് ഓൺ സെൻഡിങ് ഫോർ മിഷൻസ് ആൻഡ് വി വിൽ ഡു മിഷൻസ്. ചെലവാക്കാം യേശുവിനായി. ജീവിതം ചെലവാക്കാം, ഉള്ളത് ചെലവാക്കാം യേശുവിനായി. സോ K.S. Joseph and Suni Joseph celebrating their 25th wedding anniversary, Raipur. God bless you. ഇവർ ഇന്നർ ചേംബർ സ്ഥിരം സ്പോൺസർ ചെയ്യുന്ന കുടുംബാംഗങ്ങളാണ്. സോ സ്പോൺസർ മാത്രമല്ല 1 to 5 ലിസ്റ്റിൽ സ്ഥിരം വരുന്നവരാണ്. സോ യു ആർ നോട്ടീസബിൾ ആൻഡ് 25th വെഡിങ് ആനിവേഴ്സറിയിൽ ഗോഡ് ബ്ലെസ് യു. കെവിൻ്റെ ബർത്ത്ഡേയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. കെവിൻ കോശി, അനിയുടെ അനിയത്തി മിനിയുടെ മൂത്ത മകനാണ് ടോം മിനി. ടോം നിങ്ങൾക്കറിയാം, അഡ്മിനിസ്ട്രേറ്ററാണ്. ഹീസ് അഡ്മിനിസ്ട്രേറ്റർ കം, ഞങ്ങളെപ്പോഴും പറയും ഓഫീസിൽ കണ്ടില്ല ഏതെങ്കിലും ഏണിയുടെ പുറത്ത് വൈറ്റ് വാഷ് ചെയ്യുമോ, വെൽഡ് ചെയ്തോ, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ. ഒരു കാര്യവും നമ്മുടെ പൈസ ചെലവാക്കുന്ന കാര്യത്തിന് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും തന്നെ സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കുകയും രാപ്പകൽ. ടോം ബ്രദർ അവിടെയുണ്ട്. ടോം ബ്രദറും മിന്നിയുടെ മൂത്ത മോനാണ്. കെവിൻ കോശി 29 വയസ്സായി, അയർലൻഡിലാണ്. നല്ല ജോലിയുണ്ട്. നല്ല വല്ല പെമ്പിളാരുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പം ഈ വർഷം തന്നെ വിവാഹമുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പം വിവാഹമുണ്ടെന്ന് പറഞ്ഞു പോയ ആൾ ഇനി പെങ്കൊച്ചിനെ അന്വേഷിക്കണം, പ്രവചനം പൂർത്തീകരിക്കണ്ടേ. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ബോയ്. ഞാനത് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. സോ ഈ രണ്ടുപേർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഈ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇരുവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അങ്ങയുടെ കയ്യിലാണ് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കസേരയിൽ വന്നിരുന്നാൽ നാട്ടുകാരുടെ മുഴുവൻ എതിര് സമ്പാദിക്കാം. തൻ്റെ തൊട്ടു മുമ്പിൽ റോയ് ബ്രദറായിരുന്നു. റോയ് ബ്രദറിനോടായിരുന്നു എല്ലാവർക്കും വഴക്ക്. കാര്യം റോയ് ബ്രദർ അനുവദിച്ച് കൊടുക്കത്തില്ല. സ്വന്തം എന്ന് കരുതിയല്ല. റോയ് ബ്രദർ 1 രൂപ സമ്മതിക്കത്തില്ല പോകാൻ. അപ്പോൾ നാച്ചുറലി ദേഷ്യം വരും. ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് ടോം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് എല്ലാവർക്കും ദേഷ്യമാണ്. 10,000 രൂപ കൊണ്ട് തന്നെ തരത്തില്ല, ആദ്യമേ എൻ്റെ കണക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. അടുത്തൊരു അഡ്മിനിസ്ട്രേറ്റർ പൊങ്ങി വരുന്നുണ്ട്. വി സി ലുക്ക് ഇൻ ടു 3, 4, 5 ജനറേഷൻസ്. ഇൻ ട്രെയിനിങ് ഒരാളുണ്ട്. സോ ഇന്ന് സ്റ്റാർസ് അയച്ചത് ബിന്ദു ജോൺ 500, ഗ്ലൂമോൻ ജോർജ് 222, ജോൺ ഇംബ്രെ 123, ആനി തോമസ് 100. നാളെ കാർത്തിക തിരുനാൾ തിയേറ്ററിൽ 8 മണി രാവിലെയാണ് എന്ന് ഓർമ്മിപ്പിച്ചു. സൺഡേ റോനക് ശുശ്രൂഷിക്കുന്നു. കൊല്ലത്തുനിന്നും ട്രിവാൻഡ്രം ഔട്ടറിനും എല്ലാവർക്കും യു ക്യാൻ കം, യു ആർ ഓൾ വെൽക്കം ടു അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ്. കൊല്ലത്തും ട്രിവാൻഡ്രം ഔട്ടറിലുള്ളവരും ഒന്നിച്ചു കൂടാം. നാളെ ഒരു ചെറിയ വ്യത്യാസം തോമസ് ബ്രദറിനോട് ഞാൻ ചെയ്യാൻ പറഞ്ഞു. തോമസ് ബ്രദർ ഷുവർ എന്നും പറഞ്ഞു. സാധാരണഗതിയിൽ കർത്തൃമേശ ആദ്യം തന്നെയാണ് വെക്കുന്നത്. സോ നാളെ ഒരു ഇളവുണ്ട്. റോനക്ക് വരുന്നതുകൊണ്ട് ഒരു കൃപ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ മേൽ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം. ഇന്നും ഇതിൽ നൽകിയ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകൾ അത് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാരീരികമായ അസ്വസ്ഥത ഉള്ളവർ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. എന്താവശ്യമുണ്ടോ യേശു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നൽകുവാൻ അങ്ങ് സമ്മതി നൽകണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഡയസസും അസോസിയേറ്റ് ഡയസസ് പാസ്റ്റേഴ്സും 10 മണിക്ക് തന്നെ നമ്മൾ ഒന്നിച്ചു കൂടും നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എല്ലാ ഡയസസുകളുടെ അധ്യക്ഷന്മാരും അസോസിയേറ്റ് ആയിട്ട് ഉള്ള അധ്യക്ഷന്മാരും അസോസിയേറ്റ് ഡയസസ് പാസ്റ്റേഴ്സും
10 മണിക്ക് തന്നെ, ഇന്ത്യൻ ടൈം 10 മണിക്ക് നമുക്ക് ഒന്നിച്ചു കൂടണം പ്രാർത്ഥിക്കാൻ. ഇതിൽ കൂടിയിട്ടില്ലെങ്കിൽ പരസ്പരം പറയുകയും വേണം. നാളെ വൈകുന്നേരം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഇന്ന് ജോലിക്ക് ഇറങ്ങുന്നവർ ധൈര്യത്തോടെ ഇറങ്ങണം. കിടന്നുറങ്ങാൻ പോകുന്നവർ നല്ല സുഖമായി കിടന്നുറങ്ങണം. ഗോഡ് ബ്ലെസ് യു. ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ള തുടിച്ചുയർ